നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രീക്ക് മിത്തോളജിയും ഇന്ത്യൻ മിത്തോളജിയും തമ്മിലുള്ള അതിശയകരമായ ബന്ധങ്ങളെക്കുറിച്ചാണ്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഈ കഥകൾക്ക് എങ്ങനെ ഇത്രയും സാമ്യം വന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമുക്ക് ഇൻഡോ യൂറോപ്യൻ റൂട്ട്സിനെ പറ്റി പറയാം. ഗ്രീക്ക് മിത്തോളജിയും ഇന്ത്യൻ മിത്തോളജിയും ഇൻഡോ യൂറോപ്യൻ സംസ്കാരത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിനാൽ ദൈവങ്ങളുടെ പേരിലും സ്വഭാവത്തിലും നമ്മൾ വലിയ സാമ്യം കാണുന്നു. ഉദാഹരണമായിട്ട് ഗ്രീക്ക് ദൈവമായ സിയസ്, വേദിക് ദൈവമായ ഡയസ് പീറ്റ, ഇരുവരുടെയും അർത്ഥം പറയുന്നത് ആകാശത്തിന്റെ പിതാവെന്നാണ്. ആദ്യമായിട്ട് നമുക്ക് ദൈവങ്ങളുടെ സാമ്യതയിലേക്ക് നോക്കുകയാണെങ്കിൽ ചില പ്രധാന ദൈവങ്ങളെ നോക്കാം. ഞാനിവിടെ 2 മിത്തോളജിയിൽ നിന്നുള്ള ദൈവങ്ങളുടെ പേരും അവരുടെ സ്വഭാവത്തിനെയും പറ്റി പറയുകയാണ്. സിയസ് ആൻഡ് ഇന്ദ്ര, ദേവന്മാരുടെ രാജാവ്, ഇടിമിന്നലിന്റെ ദൈവം. പൊസൈഡോൺ ആൻഡ് വരുണ, സമുദ്രത്തിന്റെയും ജലത്തിന്റെയും ദൈവം. അപ്പോള ആൻഡ് സൂര്യ, സൂര്യൻ, ജ്ഞാനം, ചികിത്സ. ഹെർമസ് ആൻഡ് നാരദ, ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും സന്ദേശവാഹകർ. ഇത് യാദൃച്ഛികമല്ല, ഇതെല്ലാം പഴയ സംസ്കാരങ്ങളുടെ ആഴത്തിലുള്ള ബന്ധമാണ്. നമുക്കിനി അടുത്തതായിട്ട് മഹാകാവ്യങ്ങളും വീരയാത്രകളെയും പറ്റി പറയുകയാണെങ്കിൽ ഗ്രീക്ക് മിത്തോളജിയിൽ ഇലിയാദ്, ഒഡീസി പോലുള്ള മഹാകാവ്യങ്ങൾ, ഇന്ത്യൻ മിത്തോളജിയിൽ രാമായണ, മഹാഭാരതം, ഇവ എല്ലാം പറയുന്നത് ധർമ്മവും അധർമ്മവും, വീരത്വവും ത്യാഗവും, പിന്നെ ദൈവങ്ങളുടെ ഇടപെടലുകളെയും പറ്റിയാണ് പറയുന്നത്. അടുത്തത് നമുക്ക് കാലങ്ങളെ പറ്റി, മീൻസ് സൈക്ലിക് കൺസെപ്റ്റുകളെ പറ്റി പറയാം. ഇന്ത്യൻ മിത്തോളജിയിൽ യുഗങ്ങൾ സത്യയുഗം മുതൽ കലിയുഗം വരെ. ഗ്രീക്ക് മിത്തോളജിയിലാണെങ്കിലോ ഗോൾഡൻ ഏജ്, സിൽവർ ഏജ്, അയൺ ഏജ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇതെല്ലാം പറയുന്നത് ഓരോ കാര്യങ്ങളാണ്. സമയം കടന്നു പോകുമ്പോൾ മനുഷ്യന്റെ മൂല്യങ്ങൾ കുറയുന്നു. അടുത്തത് നമുക്ക് ദൈവങ്ങളുടെ വാസസ്ഥലങ്ങളെ പറ്റി പറയാം. ഗ്രീക്ക് മിത്തോളജിയിൽ ഗ്രീക്ക് ദൈവങ്ങളുടെ വാസസ്ഥലം മൗണ്ട് ഒളിമ്പസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ദൈവങ്ങളുടെ കേന്ദ്രം മൗണ്ട് മേരു. ഇരു സ്ഥലങ്ങളും ദൈവിക ശക്തിയുടെ കേന്ദ്രം എന്ന ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് മരണാനന്തര ലോകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രീക്ക് മിത്തോളജിയിൽ ഹെഡ്സ് എന്ന ദേവനാണ് മരണത്തിന്റെ ദേവനായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യൻ മിത്തോളജിയിലാണെങ്കിലോ എമയും നരകത്തിനെയും പറ്റിയാണ് പറയുന്നത്. ഇത് രണ്ടും മനുഷ്യന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധി നിശ്ചയിക്കപ്പെടുന്നു. അടുത്തതായിട്ട് 2 മിത്തോളജിയിലും സർപ്പങ്ങളെ പറ്റി, സർപ്പങ്ങളുടെ യുദ്ധങ്ങളെ പറ്റി പ്രതിപാദിച്ചു. സർപ്പയുദ്ധങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ സിയസ് വേഴ്സസ് ടൈഫോൺ, ഇന്ദ്ര വേഴ്സസ് വൃദ്ര എന്നീ യുദ്ധങ്ങൾ 2ലും ആവിഷ്കരിച്ചിരിക്കുന്നു. ഈ 2 യുദ്ധങ്ങളും ആവാസ വ്യവസ്ഥയ്ക്കെതിരെയുള്ള കാലത്തിന്റെ വിജയത്തെ സൂചിപ്പിക്കുന്നു. ഗ്രീക്ക് മിത്തോളജിയും ഇന്ത്യൻ മിത്തോളജിയും വ്യത്യസ്തമാണെങ്കിലും അവയുടെ അടിസ്ഥാനം ഓരോ മനുഷ്യചിന്തകളാണ്. ജീവിതം, ധർമ്മം, നീതി, പ്രകൃതി, ഇതെല്ലാം വിശദീകരിക്കാൻ മനുഷ്യൻ നിർമ്മിച്ച അത്ഭുത കഥകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇത്തരം ചരിത്രവും മിത്തോളജിയും ബന്ധപ്പെട്ട വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ പിന്തുടരും.